ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫുഡീസ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് ഒരു ബീഫ് കറിയാണ്. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ കറിയാണിത്. വളരെ ടേസ്റ്റിയാണ്. കണ്ടോ, നന്നായി നല്ല ഗ്രേവിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തു വെച്ചേക്കുന്നത്. ഇത് നന്നായി ക്ലീൻ ചെയ്ത് വെച്ചതാണ്, ചെറുതായി കട്ട് ചെയ്തതാണ്. ഇനി നമുക്കിതിലേക്കുള്ള ഗരം മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് ഞാൻ 3 ഏലക്കായാണ് ഇട്ട് കൊടുക്കുന്നത്. തോലോട് കൂടി തന്നെ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് വേണ്ടത് ഗ്രാമ്പു ഒരു 5-6 മതി. ഇത് ഞാൻ ചെറുതായതുകൊണ്ട് ഒരു 5-8 എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പട്ട ഒരുപാട് വേണ്ട, കുറച്ച് മതി, ഒരു ചെറിയൊരു പീസ് മതി. അതിട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് വേണ്ടത് കുറച്ച് കുരുമുളക്, ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് ഇട്ടാൽ മതി. എരിവ് കൂടുതൽ വേണ്ട ഒരു കുറച്ചധികം ഇട്ട് കൊടുത്തോ. പിന്നെ വേണ്ടത് പെരിഞ്ജീരകമാണ് ഏറ്റവും കൂടുതൽ വേണ്ട. ഞാൻ 2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്. ബീഫ് കറിക്ക് പെരിഞ്ജീരകം എത്രയുണ്ടോ അത് വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് പൊടിച്ചെടുക്കണം. ഞാൻ ഇതേപോലെയാണ് പൊടിച്ചെടുത്തത്. അധികം അങ്ങനെ നൈസായി പൊടിഞ്ഞിട്ടില്ല, ഒരു പാകത്തിനാണ്. അധികം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടിയത്. അപ്പോൾ കുറച്ചധികം പൊടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ കുറച്ചിങ്ങനെ പൊടിച്ച് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ബീഫ് കറിയൊക്കെ വെക്കുമ്പം ഇടയ്ക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ചെറിയ പീസായിട്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ചെറിയ പീസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10-20 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി കുറച്ചധികം ഉള്ളത് നല്ലതാണ്. അപ്പോൾ ഇനി നമുക്കൊന്ന് ചതച്ചെടുത്താൽ മതി. അപ്പം അതും റെഡി ആയിട്ടുണ്ട്. ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് അരഞ്ഞു പോയിട്ടില്ല, ജസ്റ്റ് എല്ലാം ഒന്ന് ചതഞ്ഞ് കിട്ടി, അത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ നമുക്ക് വറുത്തെടുക്കാം. ഇതിപ്പം ഞാൻ മുളക് പൊടി മാത്രമേ വറുക്കുന്നുള്ളൂ. മല്ലിപ്പൊടി എൻ്റെ അടുത്ത് ഓൾറെഡി വറുത്തതാണ്, അതുകൊണ്ട് മുളക് പൊടി മാത്രം ഞാൻ വറുത്തെടുക്കുന്നുള്ളൂ. ഇതൊരു 1.5 അല്ലെങ്കിൽ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ 1.5 ടീസ്പൂണേ ഇട്ടുള്ളൂ. എരിവ് അധികം വേണ്ട. അപ്പോൾ എരിവ് വേണ്ടവർ കുറച്ചധികം മുളക് പൊടി വറുത്തെടുക്കണം. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ വറുക്കാൻ നോക്കണം, ഇല്ലെങ്കിൽ പൊടി ഒരുപാട് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ ഏകദേശം ആയി. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ബീഫ് എടുക്കാം. ഇതൊരു കുക്കറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കണം. 1/2 kg ആണ് എടുത്തേക്കുന്നത്. അപ്പം 1 കിലോ ഒക്കെ വെക്കുന്നവർ ഇതിൻ്റെ ഡബിളായിട്ട് വേണം മസാല തയ്യാറാക്കാൻ. ഇനി മുളക് പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വറുത്ത മല്ലിപ്പൊടിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വറുത്തിട്ടില്ലേ, മുളക് പൊടീൻ്റെ കൂടെ തന്നെ വറുത്തെടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗരം മസാല അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ബാക്കി നമുക്ക് കറി വെച്ച് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് തേങ്ങാക്കൊത്ത്. ഇത് വളരെ ടേസ്റ്റാണ് തേങ്ങാക്കൊത്ത് ബീഫ് കറിയിൽ ഇട്ടാൽ. അപ്പോൾ ചെറിയ പീസുകളായി കട്ട് ചെയ്തിടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട്, കുറച്ച് മതി. ഇനി നമുക്ക് വേണ്ടത് സവാളയാണ്. അപ്പം ഞാൻ 2 മീഡിയം സവാളയാണ് എടുത്തേക്കുന്നത്. അതിത് ഈ പാകത്തിന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ ഉള്ളി വഴറ്റുന്നൊന്നുമില്ല, ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും ബീഫ് കറി. ആ സമയം കൂടെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. 2 സവാളയാണ് എടുത്തേക്കുന്നത്. ഇനി ഒരു തക്കാളി, അത് ചെറുതായി മുറിച്ചതാണ്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പച്ചമുളക്, എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചധികം ചേർക്കാവുന്നതാണ്. ഇനി കുറച്ച് കറിവേപ്പില. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിനി വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മസാല എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം.
ഇത് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നിരത്തി കൊടുക്കുക. എല്ലാ ഭാഗവും ഒന്ന് ഇളക്കിയും കൊടുത്തേക്കാം. ഇത് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടാണ് ഞാൻ കുക്ക് ചെയ്തത്. അപ്പോൾ ഇതൊരു ഏകദേശം എനിക്കൊരു 5 വിസിലെടുത്തു ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടാൻ. ഇപ്പോൾ 5 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. പ്രഷറൊക്കെ പോയി. ഇനി ഞാനിത് ഓപ്പൺ ചെയ്യാണ്. ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നും കൂടെ നമുക്ക് സ്റ്റൗ ഓണാക്കി വെക്കണം. ഇതിലേക്ക് കുറച്ചും കൂടെ ഗരം മസാല നമുക്ക് ചേർക്കാനുണ്ട്. ഇതാ ഞാൻ ബാക്കിയുള്ള ഗരം മസാലയൊക്കെ ഫുൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഈ മസാല ഇട്ടിട്ട്. പിന്നെ ഈ സമയത്ത് തന്നെ നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇനിയൊന്ന് നന്നായിട്ടൊരു തിളയൊക്കെ വരണം. പിന്നെ നമുക്ക് ഗ്രേവി ഇത്തിരി കുറുകിയിട്ട് വേണമെങ്കിൽ കുറച്ച് നേരം വെച്ച് വറ്റിക്കണം. അപ്പോൾ ഇത്തിരി കറിയായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റാവുന്നതാണ്. അപ്പോൾ ഞാനതൊരു ഇത്തിരിയും കൂടെ വറ്റിച്ചാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് വറവിട്ട് കൊടുക്കണം. അപ്പോൾ അത് വേണമെങ്കിൽ ചെയ്താൽ മതി. ഇതേപോലെ തന്നെ യൂസ് ചെയ്യാമെന്ന് കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് വറവിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാനൊരു 3 ടീസ്പൂണോളാണ് ഒഴിച്ചേക്കുന്നത്. അപ്പോൾ ഇനി എണ്ണ ചൂടായിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണിത്. ചപ്പാത്തീൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ പൊറോട്ടേൻ്റെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. ഏറ്റവും നല്ലത് പൊറോട്ടേൻ്റെ കൂടെ കഴിക്കാനാണ്. ഇനി ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ കറി എന്തായാലും വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ് ചെയ്യാൻ. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. ഞാൻ അധികം എരിവൊന്നും ഇടാതെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഈ പാകത്തിന് ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.